ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുസിലി ബാലൻ. ക്രിയേറ്റീവ് ഹോം മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു പരിപാടിയാണ് നിങ്ങളെ കാണിക്കുന്ന വ്യത്യസ്തമായ ഒരു പരിപാടി. അതായത് സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാനിവിടെ കണ്ണൂർ പരിശുദ്ധ ഭവനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ഒരു മിശ്രിതമാണ്, ഒരു കൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് കാസ്റ്റിക് സോഡയാണ് ഇട്ടിരിക്കുന്നത്. അത് ഒരു 350 മില്ലി വെള്ളം ഒഴിച്ച് നേരത്തെ 1 മണിക്കൂർ മുന്നേ ഒഴിച്ച് വെക്കണം. തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ഉപയോഗിക്കുക. ഇത് സോപ്പ് അതിൻ്റെ അച്ചാണിത്. ഇത് ഞാൻ അവിടെ നിന്ന് പരിശുദ്ധ ഭവനിൽ നിന്ന് വാങ്ങിയതാണ്. അതിനകത്ത് സോപ്പ് ഇളകി വരാൻ എളുപ്പത്തിന് ഒരു പെട്രോളിയം ജെല്ലി അതിൽ തൂക്കുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ സോപ്പ് മിശ്രിതം ഒഴിക്കുന്നത്. അത് ഇളകി കിട്ടാൻ എളുപ്പത്തിനാണ് ഈ മിശ്രിതം ഇങ്ങനെ ചേർത്ത് ഒഴിച്ചു വെക്കുന്നത്. പിന്നെ റോസിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ ചൂടാക്കി വെക്കണം. ഒരു പാത്രത്തിൽ, ഒരു ഗ്ലാസ്സിലോ സ്റ്റീൽ ഗ്ലാസ്സിലോ എന്തെങ്കിലും ചൂടാക്കി, നേരത്തെ നമ്മൾ ചൂടാക്കി അത് തണുക്കുന്ന വരെ കാത്തിരിക്കണം. ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിക്കുന്നത്. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കുള്ള സാധനമാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ മോശം വെളിച്ചെണ്ണയായാലും മതി. ഞാൻ തേങ്ങ ആട്ടിച്ചതിൻ്റെ തേങ്ങ എല്ലാം കൂടി ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നല്ല വെളിച്ചെണ്ണയൊന്നും വേണമെന്നില്ല. സാധാരണ എല്ലാവരും മൃഗക്കൊഴുപ്പും അങ്ങനെയുള്ളതൊക്കെയാണ് ഒഴിക്കുന്നത്. അതൊഴിച്ച് കഴിഞ്ഞാൽ സോപ്പ് കട്ടിയുള്ളതായി പോകും. ഇത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് അത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നു. അതാണ് ചന്ദ്രിക സോപ്പൊക്കെ അലിഞ്ഞു പോകാൻ കാരണം. അതിലേക്ക് കാസ്റ്റിക് സോഡ തണുപ്പിച്ചത് ഒഴിക്കുകയാണ്. ഒരു 10 മിനിറ്റ് നേരം നമ്മളങ്ങനെ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. 10 മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് സോപ്പ് ഉണ്ടാക്കുന്നതിന് സ്റ്റീൽ പാത്രമോ പ്ലാസ്റ്റിക് പാത്രമോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റ് പാത്രങ്ങളൊന്നും സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. കാസ്റ്റിക് സോഡ കയ്യിലൊന്നും വീഴാതെ പ്രത്യേകം സൂക്ഷിക്കണം. കയറ് ഇട്ടേ ചെയ്യാൻ പാടുള്ളൂ. അത് കയ്യിൽ പറ്റിയാൽ കൈ പൊള്ളും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. ഒരു 10 മിനിറ്റ് നേരം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു കൊല്ലം മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു കൂട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഞങ്ങളിങ്ങനെ സോപ്പ് നിർമ്മാണമൊക്കെ പരിഷത്തിൻ്റെ കെയർ ഓഫിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്ന് വെറും 8 രൂപ മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അത് വാങ്ങിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു. എന്തായാലും അത് ഇപ്പോൾ അന്ന് വെച്ച ആ കൂട്ട് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അതാണിപ്പം ഞാൻ ചെയ്യുന്നത്, നിങ്ങളെ കാണിച്ചു തരുന്നത്. ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇങ്ങനെ ഉണ്ടാക്കിയ സോപ്പ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സോപ്പുകളാണ്. പുറമേ നിന്ന് സോപ്പ് അങ്ങനെ വാങ്ങാറില്ല. അലക്ക് സോപ്പാണേലും അങ്ങനെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മൃഗക്കൊഴുപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഈ സോപ്പെല്ലാം കട്ടിയായിട്ടിരിക്കും, പെട്ടെന്ന് അലിഞ്ഞു പോവുകയില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അതേസമയം വെളിച്ചെണ്ണയാണെങ്കിൽ പെട്ടെന്ന് അലിയും. ചന്ദ്രിക സോപ്പൊക്കെ പെട്ടെന്ന് അലിയുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ അത് ഇടുന്നത് ടാൽക്കം പൗഡറാണ്. ടാൽക്കം പൗഡർ ഇട്ട് അതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം നമ്മളിങ്ങനെ കുറേശ്ശെ ഇടണം. ഒരു 20 മിനിറ്റ് നേരം നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് മെല്ലെ കുറുകി വരും. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലോണം കുറുകി വരും. കുറുകി വന്നതിന് ശേഷം നമ്മൾ റോസിൻ, അതായത്
ഇത് കട്ടിയാവാനുള്ള ഒരു സാധനമാണ്. ചെറുതായിട്ട് റോസിൻ എന്നൊരു സാധനമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതും നല്ലവണ്ണം നമ്മൾ മിക്സ് ആകുന്ന വരെ അതിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റും കൂടി ഇളക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ പെർഫ്യൂം, അതിലിഷ്ടമുള്ള പെർഫ്യൂം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ ചന്ദ്രിക സോപ്പിൻ്റെ പെർഫ്യൂമാണ് ഇതിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏത് പെർഫ്യൂം വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും. കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും സ്വന്തമായി തന്നെ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ പിന്നെ സോപ്പിൻ്റെ ഉപയോഗം കൂടുതലാണല്ലോ. കൊറോണ ആയതുകൊണ്ട് എല്ലാവരും സോപ്പ് എത്രയുണ്ടെങ്കിലും നമുക്ക് മതിയാവില്ല. ഇത് പെർഫ്യൂമാണ്. പച്ച നിറത്തിലുള്ള ചന്ദ്രിക സോപ്പിൻ്റെ കളറ് വരുന്ന പെർഫ്യൂമാണ് അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അത് ഒരു 10 മിനിറ്റ് നേരം നല്ലോണം ഇളക്കി കഴിഞ്ഞപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അച്ചിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 100 രൂപ കൊടുത്ത് ഞാൻ പരിഷത്ത് വന്ന് വാങ്ങിയ അച്ചാണത്. ഇത് അച്ച് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കൊരു കുപ്പി മുറിച്ചിട്ട് അതിൽ വേണേൽ ഒഴിച്ച് വെക്കാം. അല്ലെ സെല്ലോ ടേപ്പിൻ്റെ കവറുണ്ടെങ്കിൽ അതിലൊഴിച്ച് വെക്കാം. ഏത് ആകൃതിയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ആകൃതിയിൽ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒഴിച്ച് ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഉറച്ച് വരും. അപ്പം നമ്മളത് ഈ അച്ചിനകത്തുനിന്ന് മാറ്റി വയ്ക്കണം. കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉള്ളിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ്. ഈ അച്ച് നമ്മൾ വെക്കുമ്പോൾ അടിയിൽ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് വേണം അച്ച് വെക്കാൻ. സൈഡിലേക്ക് ഒഴുകി പോകാതെ എന്തെങ്കിലും നമ്മൾ വയ്ക്കണം. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സോപ്പ് എടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ ഒരു 20 സോപ്പ് ഉണ്ടാവും 1 കിലോ ആക്കിയാൽ. അതുപോലെ തന്നെ സെല്ലോ ടേപ്പിൻ്റെ കവറിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കണക്കാക്കുന്നു. താങ്ക് യു.